തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾക്കെതിരായ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന CITU. ഫെബ്രുവരി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്നും വിശാഖപട്ടണം നടത്തുന്ന അഖിലേന്ത്യാ സമ്മേളനം ആഹ്വാനം ചെയ്തു. സമ്മേളനത്തിൽ ഇന്ന് ജനറൽ സെക്രട്ടറി തപൻ സെൻ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷ് വിശാഖപട്ടണത്തിൽ ചേരുന്നുണ്ട്. സന്തോഷ്, ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? വിനിഷ, പ്രധാനമായും ഈ ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ നടക്കുന്ന ചർച്ചയിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം മോദി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം, അതായത് ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ള പൊതുവായ അഭിപ്രായം തന്നെയാണ് ഈ ചർച്ചയിൽ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറി റിപ്പോർട്ടിൽ കാണിച്ചതുപോലെ തൊഴിലാളികൾ കടുത്ത കടന്നാക്രമണം നേരിടുന്ന ഒരു പ്രത്യേക അതിസാധാരണമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യത്തെ തൊഴിലാളി സമൂഹം കടന്നുപോകുന്നത് എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വളരെ കാര്യക്ഷമമായ രീതിയിൽ ഈ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും അതിന്മേലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഈ സംഘടനാ റിപ്പോർട്ട് കൂടി ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കും. അതിന്മേലുള്ള ചർച്ചകളും ഉണ്ടാകും. ഏതായാലും തുറമുഖ നഗരമായ വിശാഖപട്ടണത്ത് CITUവിൻ്റെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം ചേരുമ്പോൾ അത് വളരെയധികം ദേശീയ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമായി മാറുകയാണ്. രാജ്യത്തെ തൊഴിലാളി സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടി, അല്ലെങ്കിൽ വളരെ ഈ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്കുള്ള ഒരു തുടക്കം ഈ സമ്മേളനത്തിൽ ഉണ്ടാകും. കൂടുതൽ ശക്തിപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാജ്യത്തെ തൊഴിലാളി സമൂഹം ഈ ഒരു സമ്മേളനത്തെ കാണുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു സമ്മേളനത്തിൻ്റെ ആവേശം വിശാഖപട്ടണത്ത് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ഇത് ട്രേഡ് യൂണിയൻ സമ്മേളനം എന്നതിനപ്പുറത്തേക്ക് ബഹുജനങ്ങളുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി നടക്കുന്ന വലിയ ഒരു പ്രധാന സമ്മേളനമായി വിശാഖപട്ടണത്തെ ഈ സമ്മേളനം മാറിയിട്ടുണ്ട്. വിശാഖപട്ടണം എന്ന് പറയുന്ന നഗരം ആന്ധ്രാപ്രദേശിലെ തുറമുഖ പട്ടണമാണ്. നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഷിപ്പിംഗ് കമ്പനികളെല്ലാമുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളുള്ള CITUവിൻ്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് വിശാഖപട്ടണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ആവേശവും ഈ സമ്മേളന നഗരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ തൊഴിലാളി ഐക്യം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത തന്നെ സമ്മേളനം ചർച്ച ചെയ്യുന്നു. മാത്രമല്ല, ഇന്നലെ ഉദ്ഘാടന ദിവസം പ്രധാനപ്പെട്ട കേന്ദ്ര ട്രേഡ് യൂണിയൻ്റെ ILTUC, AITUC ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ്റെ പ്രതിനിധികൾ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചിരുന്നു. എല്ലാ ട്രേഡ് യൂണിയനുകളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് ഐക്യത്തോടുകൂടി രാജ്യത്തെ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് പോവുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള യോജിച്ച പോരാട്ടങ്ങൾ നടത്തണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ ഫെബ്രുവരി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വൻ വിജയമാക്കുന്നതിനും അതിന് പിന്നാലെ തുടർ പ്രക്ഷോഭങ്ങൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. മാത്രമല്ല, ആവശ്യമെങ്കിൽ ഈ 12-ലെ പണിമുടക്ക് കൂടാതെ കേന്ദ്ര സർക്കാർ ലേബർ കോഡുകൾ പിൻവലിക്കാത്ത സാഹചര്യമാണ് തുടരുന്നതെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് രാജ്യത്തെ തൊഴിലാളികൾ നീങ്ങും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ സമ്മേളനം നൽകുന്നത്. വിനിഷ, ശരി. ഏതായാലും വിശാഖപട്ടണത്ത് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ CITUവിൻ്റെ നാഷണൽ കോൺഫറൻസ് അഖിലേന്ത്യാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 4-ന് തൊഴിലാളികളുടെ മഹാറാലിയോട് കൂടിയാണ് ഈ തൊഴിലാളി സമ്മേളനം അവസാനിപ്പിക്കാൻ പോകുന്നത്. ഒപ്പം ഫെബ്രുവരി 12-നുള്ള ദേശീയ പണിമുടക്കും.